Good morning, my dear students. Welcome back to SS class. In the previous class, we studied two arguments for democracy. First one is a democratic government is a better government because it is a more accountable form of government. Accountable means responsible. Second argument is that democracy improves the quality of decision making. Today we will discuss another argument for democracy, that is third argument. Democracy provides a method to deal with differences and conflicts. Democracy provides means gives. Democracy നൽകുന്നത് a method to deal with differences and conflicts. പല ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺഫ്ലിക്ട്സ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. കോൺഫ്ലിക്ട്സ് മീൻസ് സംഘടനകൾ ഉണ്ടാകാറുണ്ട്. അവയെല്ലാം ഡീല് ചെയ്യാനുള്ള മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. In any society, people are bound to have differences of opinion and interest. We know that there are different opinion and interest exist in our society. These differences are particularly sharp in a country like ours, which has an amazing social diversity. ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഷാർപ്പായി കാണപ്പെടുന്നത് അവർ കൺട്രി ലൈക്ക് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഡിഫറൻസ് കാണുന്നത്. Why? Because our country have social diversity. What do you mean by social diversity? People belong to different groups, different regions, speak different languages, practice different religions and different castes. There are different religions, different castes, different languages exist in our country. They look at the world very differently and have different preferences. അതുപോലെ തന്നെ ഇന്ത്യൻസ് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുക, ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിഫറൻസസ് ആണ് അവർക്കുള്ളത്. ദ പ്രിഫറൻസ് ഓഫ് വൺ ഗ്രൂപ്പ് ക്യാൻ ക്ലാഷ് വിത്ത് ദോസ് ഓഫ് അതർ ഗ്രൂപ്പ്സ്. ഒരു കൂട്ടം ആളുകളുടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ മറ്റാളുകളുമായിട്ട് ക്ലാഷ് ഉണ്ടാക്കുക. ഹൗ ഡു വി സോൾവ് സച്ച് എ കോൺഫ്ലിക്റ്റ്? ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും? ദ കോൺഫ്ലിക്റ്റ് ക്യാൻ ബി സോൾവ് ബൈ ബ്രൂട്ടൽ പവർ. ബ്രൂട്ടൽ മീൻസ് ക്രൂവൽ. ക്രൂരമായിട്ട് തന്നെ ആ പവർ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനേ സാധിക്കുമായിരുന്നു. Whichever group is more powerful will dictate its terms and others will have to accept that. More powerful ആയിട്ടുള്ള ഗ്രൂപ്പ്സ് പറയുന്ന കാര്യങ്ങൾ എക്സ് പവർഫുൾ ഗ്രൂപ്പ് അംഗീകരിക്കണം. But that will lead to resentment and unhappiness. In such a situation, it will lead to resentment. Resentment, വെറുപ്പ്, and unhappiness. ഇതെല്ലാം ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റിലൂടെ നമുക്ക് ഉണ്ടാകും. വെറുപ്പുണ്ടാകും, അതുപോലെ തന്നെ യാതൊരു സന്തോഷവും ഉണ്ടാകുമായിരുന്നില്ല. Whichever group is more powerful will dictate its terms and others will have to accept that. But that will lead to resentment and unhappiness. Different groups may not be able to live together for long in such a way. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിന് ഒന്നിച്ച് താമസിക്കുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും.
ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ പല ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് ഒരുമിച്ച് താമസിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഡെമോക്രസി പ്രൊവൈഡ്സ് the only peaceful solution to these problems. But in a democratic country, എന്നാൽ ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഈ സിറ്റുവേഷൻസിന് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഡെമോക്രസി പ്രൊവൈഡ്സ് ദ ഓൺലി പീസ്ഫുൾ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തിന് പീസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഡെമോക്രസിക്ക് നൽകുവാനായിട്ട് സാധിക്കും. ഇൻ ഡെമോക്രസി no one is permanent winner. ഡെമോക്രസിയിൽ ആരും തന്നെ പെർമനന്റ് ആയിട്ട് വിജയിക്കുകയില്ല. no one is permanent loser. ആർക്കും അവസരങ്ങളൊന്നും നഷ്ടപ്പെടാറില്ല. different groups can be live with one another peacefully. different groupsന് സമാധാനപരമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. in a diverse country like India, democracy keeps our country together. നമ്മുടെ രാജ്യത്ത് ഡെമോക്രസിയാണ് നിലനിൽക്കുന്നത്. ഡെമോക്രസിക്ക് നമ്മുടെ കൺട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾസ് ലീവ് ടുഗദർ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് താമസിക്കുവാനായിട്ട് സാധിക്കും. These three arguments were about the effects of democracy on the quality of government and the social life. From the above three arguments we can understand that the effect of democracy, democracyയുടെ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ആർഗ്യുമെന്റ്സിൽ നിന്ന്. ക്വാളിറ്റി ഓഫ് ഗവൺമെന്റ് ആൻഡ് സോഷ്യൽ ലൈഫ്. ഗവൺമെന്റിന്റെ ക്വാളിറ്റി എത്രമാത്രമുണ്ട്, സോഷ്യൽ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആർഗ്യുമെന്റ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. But the strongest argument for democracy is not about what democracy does to the government, it is about what democracy does to the citizens. What's the meaning that? In a democracy, people elected the government. Democracy, people elected representatives, that representatives form a government. In other words, we can say that people elected government. ജനങ്ങളാണ് ഗവൺമെന്റിനെ ഇലക്ട് ചെയ്യുന്നത്. Power should be vested in the hands of people. പവർ ജനങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. Even if democracy does not bring about better decisions and accountable government. എന്നിരുന്നാലും ഡെമോക്രസിയിലും പോരായ്മകളുണ്ട്. ബെറ്റർ ഡിസിഷൻ ചില സന്ദർഭങ്ങളിൽ എടുക്കുവാനായിട്ട് സാധിക്കില്ല. ആൻഡ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ചില സന്ദർഭങ്ങളിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് ആയിട്ട് മാറാൻ സാധിച്ചത് വരികയില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ ബെറ്റർ ദാൻ അതർ ഫോംസ് ഓഫ് ഗവൺമെന്റ്, ബട്ട് democracy is better than other form of government. ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും മറ്റ് ഫോം ഓഫ് ഗവൺമെന്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെമോക്രസി ബെറ്റർ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. നെക്സ്റ്റ് ആർഗ്യുമെന്റ്, ഡെമോക്രസി എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് സിറ്റിസൺസ്. ഡെമോക്രസി എൻഹാൻസസ് ഓർ എൻകറേജ് ഡിഗ്നിറ്റി ഓഫ് സിറ്റിസൺ. ഡിഗ്നിറ്റി, ഗ്രേറ്റ്നസ്, ഓരോ വ്യക്തിയുടെയും മഹത്വം എൻകറേജ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നു. ആസ് വി ഡിസ്കസ്ഡ് above, democracy is based on the principle of political equality. What do you mean by political equality? Equal right to vote. ഡെമോക്രസിയിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. That is known as political right. On recognizing that the poorest and least educated has the same status as rich and educated. ഡെമോക്രസിയിൽ പോറായിട്ടുള്ളവർക്ക് ലീസ്റ്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് അധികം വിദ്യാഭ്യാസമില്ലാത്തവര് അതുപോലെ തന്നെ റിച്ച് ആൻഡ് എഡ്യൂക്കേറ്റഡ്
വളരെ ഉയർന്ന പദവിയിലിരിക്കുന്നവർ ഇവർക്കെല്ലാവർക്കും ഈക്വലായിട്ടുള്ള സ്ഥാനമാണ് ഡെമോക്രസിയിൽ ഉള്ളത്. There is no discrimination between rich and poor. യാതൊരു ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ വേർതിരിവും ഉണ്ടായിരുന്നില്ല. റിച്ച് പുവർ, എഡ്യൂക്കേറ്റഡ് ലെസ് എഡ്യൂക്കേറ്റഡ് അങ്ങനെയുള്ള വേർതിരിവൊന്നും ഡെമോക്രസിയിൽ ഉണ്ടായിരുന്നില്ല. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. പീപ്പിൾ ആർ നോട്ട് സബ്ജക്ട്സ് ഓഫ് എ റൂളർ. ഒരു റൂളറിന്റെ കീഴിലായിരുന്നില്ല എല്ലാ ജനങ്ങളും, പ്രജകളായിരുന്നില്ല. ദേ ആർ ദ റൂളേഴ്സ് themselves. ആ പീപ്പിൾ, ജനങ്ങളും റൂളേഴ്സ് ആകാം. എല്ലാവർക്കും ഇലക്ഷനിൽ പങ്കെടുക്കുവാനുള്ള അവകാശമുണ്ട്. ഈവൻ വെൻ ദേ മേക്ക് മിസ്റ്റേക്സ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ കണ്ടക്ട്. എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുകയാണെങ്കിൽ അവർ തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഫൈനലി, democracy is better than other forms of government because it allows us to correct its own mistakes. ഡെമോക്രസി എന്ന് പറയുന്നത് ബെറ്റർ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് അലോ us to correct its own mistakes. മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് അവർക്ക് അതിന് അവസരം ഉണ്ടാകുന്നു ഡെമോക്രസിയിൽ. As we saw above, there is no guarantee that mistakes cannot be made in democracy. ഡെമോക്രസിയിൽ മിസ്റ്റേക്സ് ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. No form of government can guarantee that. ഒരു ഫോം ഓഫ് ഗവൺമെന്റിനും, ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണെങ്കിലും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാകത്തില്ലെന്ന് പറയാൻ കഴിയുകയില്ല. The advantage in a democracy is that mistakes cannot be hidden for long. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മിസ്റ്റേക്സ് ഉണ്ടാകുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ അവസരമുണ്ട്, അത് ദീർഘകാലം നിലനിൽക്കുകയില്ല. There is a space for public discussion on this mistakes. റൂളേഴ്സിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാകുകയാണെങ്കിൽ അത് പബ്ലിക് ഇഷ്യൂസ് ആയിട്ട് എടുക്കാറുണ്ട്. നമ്മൾ മാധ്യമങ്ങളിലൂടെയാണത് മനസ്സിലാക്കുന്നത്. അത് പിന്നീട് കറക്റ്റ് ചെയ്യപ്പെടുന്നു. And there is a room for correction. കറക്ഷനുള്ള സ്പേസ് ഡെമോക്രസിയിൽ ഉണ്ടായിരിക്കും. Either the rulers have to change their decision. എങ്ങനെയാണ്? എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കും. റൂളേഴ്സ് ക്യാൻ ബി ചേഞ്ച്, അല്ലെങ്കിൽ റൂളേഴ്സ് മാറാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ദിസ് കനോട്ട് ഹാപ്പൻ ഇൻ എ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. എന്നാൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാകുകയാണെങ്കിൽ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിലൊന്നും മാറുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ ഡെമോക്രസിയിലാണ് ഇലക്ഷൻ ക്യാൻ ബി ഹെൽഡ് ആഫ്റ്റർ എവരി 5 years ആൻഡ് ചേഞ്ച് ഇൻ ലീഡേഴ്സ്. 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടത്തുകയും അതുവഴി ലീഡേഴ്സിന് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. Let's sum it up. Democracy cannot get us everything and is not the solution to all problems. From the above discussion, we can understand that democracy cannot get us everything and is not solution to all problems. അതായത് മുകളിലെ ആർഗ്യുമെന്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡെമോക്രസി എന്ന് പറയുന്നത് എല്ലാം തരുന്ന ഒന്നല്ല, അതുപോലെ തന്നെ എല്ലാ പ്രോബ്ലംസിനെയും സോൾവ് ചെയ്യാനും സാധിക്കില്ല. ബട്ട് ഇറ്റ് ഈസ് ക്ലിയർലി ബെറ്റർ ദാൻ എനി അതർ ആൾട്ടർനേറ്റീവ് ദാറ്റ് വി നീഡ്. എങ്കിലും വളരെ മറ്റ് ഫോം ഓഫ് ഗവൺമെന്റിനെക്കാളും ബെറ്റർ ആയിട്ടാണ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് നിലകൊള്ളുന്നത്. ഇറ്റ് ഓഫേഴ്സ് ബെസ്റ്റർ ചാൻസസ് ഓഫ് എ ഗുഡ് ഡിസിഷൻ. നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരം ഡെമോക്രസിയിൽ ഉണ്ടായിരിക്കും. It is likely to respect people's own wishes and allows different kinds of people to live together. അതായത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആൾക്കാർക്ക് ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. Even when it fails to do some of these things, it allows a way of correcting its mistakes and offers more dignity to all citizens. ഇതിൽ പരാജയപ്പെട്ടാലും, എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്ന് പരാജയപ്പെട്ടാലും അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു വേ ഡെമോക്രസിയിൽ ഉണ്ടായിരിക്കും.
That is why democracy is considered the best form of government. Understand? In the above arguments, democracy consists of some demerits. മുൻപുള്ള ആർഗ്യുമെന്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡീമെറിറ്റ്സ് ഡെമോക്രസിക്കുണ്ട്. ബട്ട് ഡെമോക്രസി ഈസ് ബെറ്റർ ദാൻ അതർ ഫോം ഓഫ് ഗവൺമെന്റ്. മറ്റ് ഗവൺമെന്റിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. Once again, I will explain all these arguments for democracy. First one, a democratic government is a better government because it is a more accountable form of government. Second one, democracy improves the quality of decision making. Third one, democracy provides a method to deal with differences and conflict. Third one, democracy enhances the dignity of citizens. Last one, democracy is a better than from other form of government because it allows us to correct its own mistake. I hope you understood these arguments for democracy. Read the text well. Thank you, children. Thank you so much.